പൂച്ചയും കുറുക്കനും. നമുക്കിന്നൊരു പൂച്ചയുടെയും കുറുക്കന്റെയും കഥ കേട്ടാലോ? കുറേയേറെ നാളുകൾക്ക് ശേഷമാണ് പൂച്ച തന്റെ കൂട്ടുകാരനായ കുറുക്കനെ കണ്ടുമുട്ടിയത്. എവിടെയായിരുന്നു സുഹൃത്തെ? കുറെ ആയല്ലോ നിന്നെ കണ്ടിട്ട്, പൂച്ച ആവേശത്തോടെ ചോദിച്ചു. ഞാൻ അടുത്ത കാട്ടിൽ ചില പുതിയ വിദ്യകൾ അഭ്യസിക്കാൻ പോയതായിരുന്നു, കുറുക്കൻ പറഞ്ഞു. അതെയോ, അതെന്തൊക്കെയാണ് നീ പഠിച്ച പുതിയ വിദ്യകൾ? പൂച്ചയ്ക്ക് ആകാംക്ഷയായി. അതോ, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 101 പുതിയ അറിവുകൾ. അതാണ് ഞാൻ പഠിച്ചത്, കുറുക്കൻ അഭിമാനത്തോടെ അറിയിച്ചു. ഓ, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 101 അറിവുകളോ? അത് കൊള്ളാമല്ലോ, എനിക്ക് കൂടെ ഒന്ന് പഠിപ്പിച്ചതാ, പൂച്ച കുറുക്കനോട് അഭ്യർത്ഥിച്ചു. അതിനെന്താ, ഇപ്പോൾ തന്നെ പഠിപ്പിച്ചു തരാം. കുറുക്കൻ യാതൊരു മടിയും കൂടാതെ തന്നെ പഠിച്ച ഓരോ വിദ്യകൾ പൂച്ചയെ കാണിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അതുവഴി ഒരു പുലി വന്നത്. വിശന്ന് വലഞ്ഞ പുലി മുന്നിൽ ഒരു കുറുക്കനെയും പൂച്ചയെയും കണ്ടു. അവരെ പിടിക്കാൻ മുന്നോട്ട് കുതിച്ചു. പൂച്ച അതിവേഗം ഒരു മരത്തിൽ ചാടിക്കയറി രക്ഷപ്പെട്ടു. പാവം കുറുക്കൻ താൻ പുതുതായി പഠിച്ച 101 വിദ്യകളിൽ ഏത് വിദ്യയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ആലോചിച്ച് ആശയക്കുഴപ്പത്തിലായ കുറുക്കനെ പുലി അനായാസം പിടികൂടി ശാപിട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ട് മരത്തിലിരിക്കുകയായിരുന്ന കാക്കച്ചി പറഞ്ഞു, ഒരുപാട് അറിവുകൾ നേടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഏത് സമയത്ത് എന്താണ് ഉപകരിക്കുക എന്നറിയുകയും അത് വേണ്ട പോലെ ഉപയോഗിക്കുകയും ചെയ്യാൻ അറിയുകയും വേണം. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യുകയും ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.